ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റോബക്സ് വേണോ? അപ്പോൾ റോബക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിൽ നിങ്ങൾ കയറണം ഗൈസ്. അപ്പോൾ ഗെയിം ഏതാണെന്ന് വെച്ചാൽ സ്പിൻ ഫോർ ഫ്രീ. അപ്പോൾ ഇതാണ് ഗെയിം. അപ്പോൾ നിങ്ങൾ ഈ ഒറിജിനൽ ഗെയിമിൽ തന്നെ കയറാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കയറാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗെയിം, കയറാം ഗൈസ്. നിങ്ങൾ ഈ ഗെയിമിൽ കയറി ഇതേപോലെ ഉണ്ടാവുക ഗൈസ്. അപ്പോൾ നിങ്ങൾ താഴെ ഒരു സ്പിൻ വീലിൻ്റെ ഇത് കാണുന്നില്ലേ, അപ്പോൾ അത് ഞെക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്പിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സ്പിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയാണ് സ്പിൻ ഉണ്ടാവുക. 25, 50, 100, 150, 200 ഇതേപോലെയാണ് കോയിൻസ് ഉണ്ടാവുക. ക്രെഡിറ്റ്സ് എന്നാണ് അപ്പോൾ ഇതിൽ പറയുക. അപ്പോൾ നമ്മൾക്ക് എത്ര ക്രെഡിറ്റ്സ് വേണമെന്ന് നോക്കിയാണ്. അപ്പോൾ 15,000 ക്രെഡിറ്റ്സ് ഉണ്ട് 5 റോബക്സ് എടുക്കാം ഗൈസ്. 30,000 ഉണ്ട് 10 റോബക്സ്. 44,000 ഉണ്ട് 15 റോബക്സ്. അതേപോലെ കുറേ ഇതുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഫസ്റ്റത്തെയാണ് എടുക്കുന്നത്. അതിന് തന്നെ എങ്ങനെ സ്പിൻ കിട്ടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട് നമുക്ക് സ്പിൻ കിട്ടാൻ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്കിത് 5 സ്പിന്നാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 5 സ്പിൻ എന്ന് പറയുമ്പോൾ ഈ OBB ഫുൾ തീർക്കണം നമ്മൾ. ഈ ഓറഞ്ച്, ചുവപ്പ്, ആ പച്ച എന്ന് പറയുന്ന ആ അവസാനത്താണ് ഗൈസ് അപ്പോൾ 5 സ്പിൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെയെന്ന് പറയുമ്പോൾ 3 സ്പിന്നാണ്. ഇത് മൊത്തം ഓടി നമ്മൾ മേലെ എത്തണം ഗൈസ്. അപ്പോൾ മേലെ എത്തി നമുക്ക് 3 സ്പിൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ താഴെ പോകും ഗൈസ്. അപ്പോൾ അത് ഡിസപ്പിയർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് 2 സ്പിന്നാണ്. അപ്പോൾ ഒരു ഈസി OBB ആണ്. കുറച്ച് ലേസറൊക്കെ ഉണ്ട്, അത് തട്ടാതെ നോക്കുക. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് തുള്ളുക. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ സ്പ്രിങ് പോലെയാണ്, അപ്പോൾ ചാടി മേലോട്ട് തന്നെ വരും. അപ്പോൾ ഇത് ഈസി OBB ആണ്. അപ്പോൾ ഇതിങ്ങനെ സിമ്പിളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അത് നോക്കണ്ട ഗൈസ്. അപ്പോൾ ഞാൻ നൂബാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ടഫ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കുറേ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ കുറേ വട്ടം ചാൻസ് ഉണ്ട്. കുറേ ടൈം വേസ്റ്റാണ് ഗൈസ്. പിന്നെയാണ് ഇങ്ങോട്ട് വരാൻ ഒരു സ്പിൻ കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ OBB. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ OBB ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻഡ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ ലേസറും കാര്യങ്ങളൊന്നുമില്ല. അവസാനം കുറച്ച് ലേസർ എങ്ങാനും ഇല്ലു. ഇതാണ് ആകെയുള്ള ഒരു ടഫ് പാർട്ട്. അതും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിൻ കിട്ടും. അപ്പോൾ എനിക്ക് 1000 സ്പിൻ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അപ്പോൾ ഇതാണ് ആ ട്രിക്ക്. 4 സ്പിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് ഏതാണ് ശരിയെന്ന് ഗസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സേഫ്. പിന്നെ ഇത്. അപ്പോൾ നിങ്ങളിൽ ഇങ്ങനെ ആവണമെന്നില്ല, ഓരോന്നും വ്യത്യാസം ഉണ്ടാകും ഗൈസ്. അപ്പോൾ എൻ്റെ ഇതിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മഞ്ഞ, ചുവപ്പ്, പിന്നെയും ചുവപ്പ് ഇല്ല ഗൈസ്. അപ്പോൾ എന്താ അത്? അപ്പോൾ വെയിറ്റ് ആക്കുക ഗൈസ്. അപ്പോൾ ഞാനത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത് കിട്ടി ഗൈസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് യെല്ലോ, പിന്നെ റെഡ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സെർവർ. നിങ്ങൾ ഓരോരോ വട്ടം കളിക്കുമ്പോൾ ഓരോരോ പാറ്റേൺ ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇതൊരിക്കൽ നിങ്ങൾ കിട്ടിയ കഴിഞ്ഞാൽ ഒരിക്കൽ ക്ലെയിം ചെയ്യാൻ പറ്റും. 4 സ്പിൻ അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾ വീണ്ടും അങ്ങോട്ട് ഓടാ ഗൈസ്. അപ്പോൾ അതേപോലെ തന്നെ അത് റീസെറ്റ് ആവില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ച് കയറുന്നവരെ റീസെറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇൻഫിനിറ്റായിട്ട് സ്പിൻ ചെയ്യാൻ ഗൈസ്. സ്പിൻ കിട്ടും. അപ്പോൾ ഇത് 10 സ്പിൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഡ് ഗസ് ചെയ്യണം. അത് കുറച്ച് ടൈം വേണം ഗൈസ് ഇപ്പോൾ ഗസ് ചെയ്യാൻ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ AFK സ്പോട്ടാണ്. അപ്പോൾ നമ്മളിവിടെ AFK ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ 2 മിനിറ്റിൽ ഒരു സ്പിൻ കിട്ടും. അപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ 2 മിനിറ്റിൽ 2 സ്പിൻ കിട്ടും. അപ്പോൾ ഇതാണ് AFK നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല സ്പോട്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം ഗൈസ്. അപ്പോൾ എനിക്ക് ഇനിയൊരു 11 മണിക്കൂറും കൂടി ഉണ്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, മേലെ ഇത് ക്ലൈം എന്ന് കാണാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര സമയം കളിച്ചോ അത്രയും റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റ് കളിച്ചതിൻ്റെ എങ്ങനെയാണെന്ന് തോന്നുന്നു 5 സ്പിൻ, അത് ക്ലെയിം ചെയ്യുക. പിന്നെ 500 പോയിൻറ്റും ഉണ്ട് ഗൈസ്, ക്രെഡിറ്റ്സ്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ 15,000 ക്രെഡിറ്റ്സ് ഉണ്ട്. ആ മേലെ അതാ ഏരോരെ മേലെ. അപ്പോൾ ഇതങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ വിഡ്രോവലിന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ബൈ എന്നൊക്കെ ഉണ്ടാവും.
നിങ്ങൾക്ക് 5 റോബക്സിൻ്റെയാണ് വാങ്ങണ്ടെങ്കിൽ അപ്പോൾ അത് ബൈ ഞെക്കുക. അപ്പോൾ എങ്ങനെ ഞെക്കും ഗൈസ്? അപ്പോൾ യെസ് ഞെക്കുക. അപ്പോൾ താഴെ എഴുതി കാണിക്കും വിഡ്രോവൽ സക്സസ്, യു വിൽ റിസീവ് യുവർ റിവാർഡ് എ ഫ്യൂ ഡേയ്സിനെങ്ങാനും എഴുതി കാണിക്കും. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ഗെയിം ഉണ്ടാക്കിയവർ നിങ്ങളെ ഗെയിം പാസ് വാങ്ങും ഗൈസ്. ഗെയിം പാസ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ പെൻഡിങ് ലിസ്റ്റിലേക്ക് നിങ്ങളെ റോബക്സ് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റോബക്സ് കിട്ടും ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും, ഒരു 10 ദിവസം അങ്ങനെ എടുക്കും ഗൈസ് അപ്പോൾ ഇത് റോബക്സ് വരാൻ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ട്രിക്കും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ കുറേ സ്പിന്ന് കിട്ടാൻ വേണ്ടി ഇവിടെ പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും വിഡ്രോവലിൻ്റെ സൈറ്റിൽ. അപ്പോൾ അതിൽ നോക്കുകയാണ് നിങ്ങളിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളതിൽ ഇപ്പോൾ ഒരു 100 സ്പിന്നുണ്ട്, നിങ്ങളൊരു 50 സ്പിന്നെങ്ങാനും ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്ലേ ഞെക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ 50 സ്പിന്ന് പോവും, അല്ലെങ്കിൽ അത് 100 സ്പിന്നായി തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറേ വട്ടം ചെയ്യാൻ പറ്റും, അൺലിമിറ്റഡായി ചെയ്യാൻ പറ്റും. ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഡബിളായി ഗൈസ്, അപ്പോൾ 100 കിട്ടി. ഒന്നും കൂടി ചെയ്യാം. ഇപ്പോൾ എൻ്റെ പോയി ഗൈസ്, 50 സ്പിൻ പോയി. അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം ഗൈസ്. അപ്പോൾ വെറുതെ അത് കളയണ്ട. അപ്പോൾ ഇത്രയേ ഇല്ലൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.